ഹായ് ഫ്രണ്ട്സ്, കാച്ചൂസ് വീഡിയോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ രുചികരമായ രീതിയിൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ബീഫ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്, മൺചട്ടിയിലായിരുന്നു, അതും വിറകടുപ്പിൽ. ആ സ്റ്റൈലിൽ ഒരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാം, മൺചട്ടിയിൽ വിറകടുപ്പിൽ ഒരു ബീഫ് കറി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ളത് 4 മീഡിയം തക്കാളി, 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 കൂട് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 3 മീഡിയം സൈസ് സവാള നേരിയതായിട്ട് അരിഞ്ഞത്, ഒരു 6-7 പച്ചമുളക്. ഇതാണ് പച്ചക്കറിയായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത്, മസാലയ്ക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ നേരിയ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ മൺചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ മൺചട്ടി അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന മൺചട്ടിയിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, അതേപോലെ തന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഒരു പിടി കറിവേപ്പില എന്ന് പറയുമ്പോൾ 2-3 ഇതൾ കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ബീഫ്, 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ ബീഫ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. ആ 1 കിലോ ബീഫ് കൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കേണ്ടതുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടി എടുത്തിരിക്കുന്നത് മുളക്, മല്ലി, മഞ്ഞൾ, ഇത് 3ഉം കൂടെ ഒന്നിച്ച് പൊടിച്ചതാണ്. അതിൻ്റെ കണക്ക് ഞാനിവിടെ ചേർക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഈ അളവിലാണ് ഞാൻ മസാലപ്പൊടികൾ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇതിനകത്തേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ബീഫ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മസാലപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്. ഉപ്പ് ഞാനിവിടെ കാണിച്ചില്ല. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമ്മുടെ ബീഫിന് മുകളിലായിട്ട് കൂടുതൽ വെള്ളം വേണം. കാരണം അത്രയും സമയം, ഏകദേശം 1.5-2 മണിക്കൂറോളം വേവ് ആവശ്യമുണ്ട്. അപ്പം വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് പൊത്തി വെച്ച് ചൂടാക്കാം. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്. ബീഫൊക്കെ ഏകദേശം ഒരു പകുതി വേവായിട്ടുള്ളൂ. അപ്പോൾ ഈ പകുതി വേവ് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ടാണ് ആയത്. അപ്പോൾ വലിയ ബീഫാണ്. ഇപ്പോൾ വീണ്ടും ഒരു 1/2 മണിക്കൂർ കൂടി വേവിച്ചിട്ടുണ്ട്. വെള്ളം ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട്. ബീഫിൻ്റെ വേവ് കൂടുതലായതുകൊണ്ട് ഇനിയും ഒരു 1/2 മണിക്കൂറോളം നല്ല കനൽ തീയിൽ വേവിക്കാം. തീ കനലാക്കിയിട്ട് വേവിക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കും, അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ കനലാണ് വെച്ചിരിക്കുന്നത്, നല്ല കനലാണ്. ഇനി ഒരു 1/2 മണിക്കൂർ നേരം ഇതുപോലെ കനലിൽ വെച്ച് കൊടുക്കാം. കനലിൽ വെച്ച് കൊടുത്ത് ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതിന് മുകളിലേക്ക് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അതോടുകൂടി നമ്മുടെ ബീഫ് ചട്ടിക്കറി, നാടൻ ബീഫ് ചട്ടിക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. കുറച്ച് സമയം വേവ് കൂടുതലുണ്ട് എന്നൊരു പ്രശ്നമേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.